സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല. എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്ത വിവരം എല്ലാവരും അറിയുകയാണ്. പുസ്തക പ്രകാശന ചടങ്ങിൽ ചിലർ പറയുന്നു ആത്മകഥയാണെന്ന് സംശയമുണ്ട്. പക്ഷേ അത് ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ ആത്മകഥാ രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ ആത്മകഥ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നതും അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളതുമാണ്. അതാണ് സത്യം. ഇനി ആത്മകഥയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. എന്തുകൊണ്ട്? അതിനൊരു ഉത്തരം. ഞാൻ എൻ്റെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പേര് ചേർത്ത് ഒരു കഥ രചിച്ചു. അതിലെന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? പറയാം. അത് മറ്റൊന്നുമല്ല, സത്യവും ധർമ്മവും നീതിയും പുലർന്നു കാണണം. കഥ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കർമ്മണ്യേവാധികാരസ്ഥ, തൻ്റെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ നിറവേറ്റുകയും സത്യം വിജയിച്ച് കാണുകയും ചെയ്യും. അതാണ് ഒരമ്മയുടെ ചാരിതാർത്ഥ്യം. അതാണ് ആ ഒരു കഥയിൽ കൂടി ഞാൻ പറയുന്നത്. ഇനി ഇതിൽ സത്യത്തിൻ്റെ അംശമുള്ള ഒരു കഥ അതിനകത്തുണ്ട്, അമ്മയുടെ. അത് ഞാൻ പറയാം. എൻ്റെ അമ്മ മരിക്കുന്നത് എനിക്ക് 18 വയസ്സ് തികയുന്നതിന് മുമ്പാണ്. അപ്പോൾ അന്ന് ഏതൊരു പത്രത്തിൽ വന്നു, മരിച്ചവർ വോട്ട് ചെയ്യാൻ വന്നു എന്തോ ഒരു വാർത്ത കണ്ടു. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഞാൻ വിചാരിച്ചു വോട്ടിംഗ് സെൻറ്ററിൽ പോയാൽ അമ്മയെ കാണാൻ പറ്റുമല്ലോ എന്ന്. പക്ഷേ അന്നെനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ എനിക്കതിനോട് അർഹതയില്ലായിരുന്നു. പിന്നീട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഞാൻ അതിൻ്റെ ആധികാരികത ചിന്തിച്ചത്. അത് അറിയാതെ ഒഴിവാക്കപ്പെടാതെ പേരിൽ വരുന്നതാണ്. പക്ഷേ കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, ഒരുപക്ഷെ ഇനി ആത്മാവ് ഒന്ന് വോട്ട് ചെയ്തിട്ട് പോകുമോ. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ഇലക്ഷൻ ഡ്യൂട്ടി സമയത്ത് എൻ്റെ ഓർമ്മകൾ ഉണർന്നു. എങ്കിലും ഞാൻ പെൻഷനായ സമയം ഒരു ഇലക്ഷൻ കൂടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു കഥാതന്തുമായി ഞാൻ രൂപപ്പെടുത്തുകയായിരുന്നു. കാരണം ഒരമ്മയെ കാത്തിരിക്കുന്ന മകൻ്റെ വേദന അതിൽ കൂടി മനസ്സിലാകും. ഞാനത് രചിച്ചത് അതുകൊണ്ടാണ്. എനിക്ക് മാത്രമല്ല, അമ്മമാരെന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും അമ്മമാരുടെ വിരഹം ഒരു നൊമ്പരം തന്നെ. മരണം കൊണ്ട് സ്വന്തം അമ്മമാർ മക്കളെ ഇട്ടിട്ട് പോകുമ്പോൾ ആ മക്കൾ അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാനാവാത്ത അത് ഞാൻ അനുഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യത്തെ കഥ തന്നെ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ സ്വന്തം സഹോദരൻ്റെ കഥയാണ്. അപ്പോൾ എൻ്റെ സ്ഥലപ്പേര് ഞാൻ പറയാൻ ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് ഒരു സ്ഥലപ്പേരും അല്ലെങ്കിൽ ഒന്നിനും അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് പേരെന്താണ്, പേരൊഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു കഥ രചിച്ചു. മാത്രമല്ല, ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം താൻ രോഗിയായി അവശനായ ആരെയാണ് അഭയം പ്രാപിക്കുക? ഇനി അഭയം പ്രാപിച്ചാലോ അത് അറിയാതെ ചെല്ലുന്നത് തൻ്റെ സ്വന്തം ബന്ധത്തിലുള്ള ഒരു കുട്ടിയുടെ ആശുപത്രിയിലേക്കാണെങ്കിലും ആ കഥയാണ് ഞാൻ അതിൽ കൂടി വ്യക്തമാക്കുന്നത്. അത് സംഭവിച്ചതല്ല, പക്ഷേ എൻ്റെ ചേട്ടൻ്റെ മകൾ ഡോക്ടറാണ്. അപ്പോൾ ചേട്ടൻ്റെ മകളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഒരു പക്ഷേ ഞാൻ ഈ അവസ്ഥയിൽ പോയാൽ എൻ്റെ ചേട്ടൻ്റെ മകൾ ഇങ്ങനെയായിരിക്കും എന്നോട് പെരുമാറുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ അവസ്ഥയിലായിരിക്കും മരിക്കേണ്ടി വരിക എന്ന് ആലോചിച്ച് തന്നെയാണ്. എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടൊന്നുമല്ല. ഇനി നാളെ എന്താണെന്നൊന്നും പറയാനൊക്കില്ലല്ലോ. ഭാര്യ ഒറ്റപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ഏതൊരു മനുഷ്യനും വൃദ്ധനാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അത് തന്നെ. അതാണ് ഞാൻ ആദ്യത്തെ കഥയിൽ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് പറയേണ്ടതും അറിയേണ്ടതുമായി സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൈതൃകം ഗുരുവായൂരുന്ന കൂട്ടായ്മയുടെ പ്രാധാന്യം, സംസാരശാല എന്നതിൻ്റെ പ്രാധാന്യം. സംസാരശാല എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടവർക്ക് അവരുടെ ഏകാന്തത അവസാനിപ്പിക്കാനും അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാനും അറിവുകൾ നേടാനും അറിവുകൾ പകരാനുമുള്ള വേദിയാണ്. യഥാർത്ഥത്തിൽ പൈതൃകം ഗുരുവായൂർ ജനങ്ങൾക്ക് ഒരു പുണ്യമാണ്. അപ്പോൾ പൈതൃകം ഗുരുവായൂരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൈതൃകം ഗുരുവായൂരിൻ്റെ
നന്മയെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം ചില സത്യങ്ങൾ, അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങൾ, അതുപോലെ തന്നെ ഇനി ഒന്നും കൂടെ പറയാം, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കണ്ടെത്തി അത് പഠിച്ച് അതൊരു കഥയാക്കുക എന്ന ലക്ഷ്യം പല വിധത്തിലുണ്ടാകാം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ നല്ലൊരു കുടുംബ ബന്ധം, അത് ജീവിതത്തിൽ ഈ വിള്ളലുകൾ വരാതെ എങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിലാക്കി തരുന്ന കഥകളാണ് ഞാൻ രചിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രചനകളാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളതെന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാവനോദ്യാനം എന്ന കഥയിലെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാവനോദ്യാനം എന്ന പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.